ഇസ്ലാമിൽ അതില്ല. അടിമത്തമില്ല, ഉടമാവകാശമില്ല. അതിനല്ലേ അടിമത്തം എന്ന് പറയുന്നത്. ഞാനൊരു കോഴി വാങ്ങി, ജീവനുള്ള കോഴിയാണ്, ഞാനതിനെ കൊണ്ടുവന്ന് അർത്തു. നിങ്ങൾ ആരെങ്കിലും ചോദിക്കോ നീ എന്തിനായി കോഴിനെ അർത്തു? ചോദിക്കണേ ഞാൻ പറയാതെ എന്റേതാണ്, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ്, എന്റെ ഉടമസ്ഥതയിലുള്ളതാണ്, ഞാൻ എന്നെ അർത്തു. ഞാനൊരു കാളയെ വാങ്ങിക്കൊണ്ടുവന്ന് അർത്തു, ഒരു പോത്തിനെ വാങ്ങിക്കൊണ്ടുവന്ന് അർത്തു, കാശ് കൊടുത്തിട്ട്. ഒരാൾ ഒരു മനുഷ്യനെ കാശ് കൊടുത്ത് വാങ്ങി, അയാളാണ് അടിമ എന്നാ പറയുന്നത്. ആ അടിമയെ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ അയാളെ കൊന്നാൽ ഖുർആൻ പറയുന്നു കൊന്ന യജമാനനായി എന്നെ പകരം കൊല്ലും. ഖുർആൻ പറഞ്ഞതാണ്. അൽ അബ്ദു ബിൽ അബ്ദി അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ബിൽ. എന്തായാലും പറഞ്ഞ ആള് പറഞ്ഞ അൽ അബ്ദു ബിൽ അബ്ദ് അൽ ഉൻസാ ബിൽ ഉൻസി ഒക്കെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. മലയാളം പറഞ്ഞത് അടിമയെ കൊന്നാൽ ഉടമയെ കൊല്ലും എന്നാണ്. ഒരടിമയെ ഒരു ഉടമ കൊന്നാൽ ആ ഉടമയെ കൊല്ലും എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അദ്ദേഹം പറഞ്ഞ ഖുർആൻ വചനത്തിന് അങ്ങനെ ഒരു അർത്ഥം ഇല്ല. അടിമയ്ക്ക് പകരം അടിമ, സ്വതന്ത്രന് പകരം സ്വതന്ത്രൻ, സ്ത്രീക്ക് പകരം സ്ത്രീ എന്ന ഇസ്ലാമിന്റെ പ്രതിക്രിയ വചനമാണ് അദ്ദേഹം അവിടെ ഓതിയത്. എന്തായാലും അദ്ദേഹം പറയുന്നത് ചന്തയിൽ പോയിട്ട് ഒരു അടിമയെ വാങ്ങിക്കൊണ്ടുവരുന്നു, ഒരു മനുഷ്യൻ. അതാണ് ഇപ്പൊ അടിമ എന്ന് പറയുന്നത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് അറക്കുവോ? അറക്കാൻ പറ്റുമോ? അറക്കാൻ പറ്റൂല. നേരത്തെ ആണെങ്കിൽ കോഴീനെ പോത്തിനെയൊക്കെ ആണെങ്കിൽ അറക്കാം. അതാകുമ്പോൾ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ്. ഇതും ഉടമസ്ഥാവകാശത്തിലുള്ളതാണ്, പക്ഷെ അറക്കാൻ പറ്റില്ല. ഈ രണ്ട് കാര്യങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം എത്തിയ നിഗമനമാണ് ഇസ്ലാമിൽ അതില്ല. ഏതില്ല? അടിമത്തമില്ല. എങ്ങനെയുണ്ട് ഉസ്താദിന്റെ ബുദ്ധി എന്ന് ആലോചിക്കാം.